സിനിമ തിയേറ്ററിലെത്തുന്നതിന് മുൻപ് അത് ഓൺലൈനിലെത്തുന്നത് ആ സിനിമയെ തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. ഏറ്റവും ഒടുവിലായി വ്യാജപതിപ്പ് തിരിച്ചടിയായത് സൽമാൻ ഖാന്റെ സിക്കന്ദർ എന്ന ചിത്രത്തിനാണ്. സൽമാൻ ഖാന്റെ ഈ വർഷത്തെ ഏറെ പ്രതീക്ഷയുള്ള ചിത്രമായിരുന്ന സിക്കന്ദറിന്റെ HD പ്രിന്റ് 1000-ഓളം സൈറ്റുകളിലാണ് അപ്ലോഡ് ചെയ്യപ്പെട്ടത്. അതും ചിത്രം റിലീസാകുന്നതിന് ഒരു ദിവസം മുൻപ്. ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ 3000-ഓളം ലിങ്കുകൾ ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ നീക്കം ചെയ്യുകയും ചെയ്തു. തമിഴ് റോക്കേഴ്സ്, തമിഴ് MV എന്നീ വെബ്സൈറ്റുകൾക്ക് പുറമെ ടെലിഗ്രാം ആപ്പിലും വ്യാജപതിപ്പ് പ്രചരിച്ചിരുന്നു. സബ് ടൈറ്റിൽ ഉൾപ്പെടെയുള്ള HD പ്രിന്റ് കാണുന്ന വീഡിയോ പലരും എക്സിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു. ബോളിവുഡിൽ ഏറെ ആരാധകരുള്ള സൽമാൻ ഖാനും തെന്നിന്ത്യയുടെ ഹിറ്റ് മേക്കർ AR മുരുകദോസും ഒപ്പം നായികയായി രശ്മിക മന്ദാനയും ഒന്നിക്കുന്ന സിനിമയ്ക്ക് വൻ ഹൈപ്പായിരുന്നു. എന്നാൽ റിലീസിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെയാണ് സിക്കന്ദറിന്റെ വ്യാജ പതിപ്പുകൾ പ്രചരിച്ച് അണിയറക്കാരെ കുഴപ്പത്തിലാക്കിയത്. ഇതുപോലൊരു ദുസ്വപ്നം ഇനി ഒരു നിർമ്മാതാവിനും ഉണ്ടാവില്ലെന്നാണ് ട്രേഡ് അനലിസ്റ്റ് കോമൽ നാഹ്ത എക്സിൽ കുറിച്ചത്. എവിടെ നിന്നാണ് ചിത്രം ചോർന്നതെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. സിക്കന്ദറിന്റെ ഓവർസീസ് പ്രീമിയർ ഷോകൾ റിലീസിന് മുൻപേ നടന്നിരുന്നു. ഇവിടെ നിന്നാകാം സിനിമയുടെ പ്രിന്റ് ലീക്കായതെന്നാണ് കരുതുന്നത്. വ്യാജപതിപ്പെത്തിയതിന് പിന്നാലെ ബിഗ് ബജറ്റ് ചിത്രമായ സിക്കന്ദറിനെ അടിപതറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഓപ്പണിംഗ് ഡേയിൽ തന്നെ 50 കോടി ലക്ഷ്യമിട്ട ചിത്രത്തിന് പക്ഷേ ബോക്സ് ഓഫീസിൽ കാര്യമായ നേട്ടമുണ്ടാക്കാനായിട്ടില്ല. 26 കോടിയാണ് ആദ്യ ദിനം നേടാനായത്. തിരക്കഥയുടെ പോരായ്മയും ഒപ്പം കാലഹരണപ്പെട്ട കഥാതന്തുവും എല്ലാം കാരണം സൽമാൻ ഖാന്റെ ചിത്രം ആരാധകരെ തൃപ്തിപ്പെടുത്തിയില്ല എന്നാണ് റിപ്പോർട്ട്. ബോളിവുഡിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലും വ്യാജ പതിപ്പുകൾ നിർമ്മാതാക്കളെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. അല്ലു അർജുൻ നായകനായി എത്തിയ പുഷ്പ 2 റിലീസായതിന് തൊട്ടു പിന്നാലെ വ്യാജ പതിപ്പെത്തിയിരുന്നു. പുഷ്പ എന്നത് ഒരു പേരല്ല, പുഷ്പ ഒരു ബ്രാൻഡാ. അതൊരു യൂട്യൂബർ അപ്ലോഡ് ചെയ്ത വ്യാജ പതിപ്പ് കാരണം 50 കോടിയാണ് നിർമ്മാതാക്കൾക്കുണ്ടായ നഷ്ടമെന്നാണ് റിപ്പോർട്ട്. രാംചരൺ നായകനായി ശങ്കർ അണിയിച്ചൊരുക്കിയ ഗെയിം ചേഞ്ചർ എന്ന ചിത്രത്തിന്റെ വ്യാജ HD പതിപ്പ് ആന്ധ്രയിലെ ഒരു ലോക്കൽ കേബിൾ നെറ്റ്വർക്ക് വഴിയാണ് പ്രചരിച്ചത്. പിന്നീട് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ടൊവിനോ ചിത്രമായ അജയന്റെ 2ാം മോഷണത്തിനും വ്യാജപതിപ്പ് ഭീഷണിയുണ്ടായിരുന്നു. പൈറസി എന്നത് ബോളിവുഡിലോ ടോളിവുഡിലോ മോളിവുഡിലോ ഒതുങ്ങുന്നതല്ല. വർഷങ്ങൾക്ക് മുൻപ് തന്നെ പുതിയ റിലീസുകൾക്ക് പിന്നാലെ ഇത്തരം വ്യാജന്മാരും രംഗത്തെത്താറുണ്ട്. പല പതിപ്പുകളും നിർമ്മാതാക്കൾക്ക് ഭീമമായ നഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ വ്യത്യസ്ത വേഷത്തിലെത്തിയ 2009 റിലീസ് ചെയ്ത പാ എന്ന ചിത്രം റിലീസാകുന്ന അതേ ദിവസമാണ് അതിന്റെ വ്യാജ പതിപ്പും എത്തിയത്. അക്ഷയ് കുമാറിന്റെ ടോയ്ലറ്റ് ടേക്ക് പ്രേം കഥ എന്ന ചിത്രത്തിനും സമാനമായ അനുഭവമാണ് ഉണ്ടായത്. 2016 പുറത്തിറങ്ങിയ ഉഡ്താ പഞ്ചാബ് എന്ന ചിത്രം റിലീസാകുന്നതിന് 2 ദിവസം മുൻപ് തന്നെ അതിന്റെ വ്യാജ പതിപ്പിറങ്ങിയിരുന്നു. അന്ന് ലീക്കായത് സെൻസർ കോപ്പിയായിരുന്നു എന്നായിരുന്നു ആക്ഷേപം. ഇതിനെതിരെ അനുരാഗ് കശ്യപും അമീർ ഖാനും അടക്കം അന്ന് സെൻസർ ബോർഡിനെതിരെ രംഗത്തെത്തിയിരുന്നു. മികച്ച പ്രേക്ഷക പ്രതികരണവുമായി മുന്നേറുന്ന എമ്പുരാനും വ്യാജപതിപ്പ് ഭീഷണി നേരിട്ടു. ചിത്രം റിലീസായ ദിവസം വൈകിട്ടായിരുന്നു വ്യാജപതിപ്പെത്തിയത്. പക്ഷെ അതിന്റെ വ്യാപ്തി കുറവായിരുന്നു എന്നതുകൊണ്ട് തന്നെ ചിത്രത്തെ അത് ബാധിച്ചിരുന്നില്ല. വ്യാജ പതിപ്പുകൾ എത്തുന്നത് സിനിമാ വ്യവസായത്തെ ആകെ ബാധിക്കുന്ന ഒന്നാണ്. അതും HD പതിപ്പുകൾ അടക്കം റിലീസിന് മണിക്കൂറുകൾ മുൻപ് എത്തുന്നത് അതീവ ഗൗരവതരമാണ്. പൈറസിയുടെ സമീപകാല സംഭവങ്ങളെ തുടർന്ന് ചിത്രീകരണത്തിന്റെ ഘട്ടം മുതൽ അതീവ ശ്രദ്ധയാണ് നിർമ്മാതാക്കൾ പുലർത്തുന്നത്. ഷൂട്ടിംഗ് സമയം മുതൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടം വരെ വളരെ സൂക്ഷ്മതയോടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ പലപ്പോഴും അതൊന്നും ഫലം കാണുന്നില്ലെന്നു കൂടിയാണ് പുതിയ സംഭവങ്ങൾ തെളിയിക്കുന്നത്.